ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കാം. സച്ചിനെ കുരുക്കാൻ വേണ്ടിയിട്ട് മീരയും ശ്രുതിയും കൂടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. അയാൾ സച്ചിയുടെ അടുത്ത് വന്നിട്ട് സച്ചിയായിട്ട് കമ്പനി കൂടാൻ നോക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം സച്ചിയോട്. അപ്പോൾ സച്ചി ചോദിക്കണം, നിങ്ങൾ ആരുടെ റിലേറ്റീവായിട്ട് വന്നേക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെൺകുട്ടിയുടെ. അപ്പോൾ ആരുടെ ചോദിക്കുമ്പോൾ രണ്ടാമത്തെ മോളുടെ പറയുമ്പോൾ വർഷയുടെ ആണെങ്കിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഒരു അകന്ന ബന്ധമൊക്കെ പറയണം. അതിൻ്റെ ഇടയിൽ ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു, വർഷയുടെ അച്ഛനായിട്ട് പോയിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് നിങ്ങളോടൊരു ദേഷ്യമില്ല, അവിടെ പോയി സംസാരിക്കാൻ പറയുന്നുണ്ട്. രവീന്ദ്രൻ നിന്നിട്ട് അശോകനെയും കൂട്ടിയിട്ട് അവിടെ പോണ സമയത്ത് വർഷയുടെ അച്ഛൻ രവീന്ദ്രനെ മൈൻഡ് ചെയ്യണേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ രവീന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്തായിരുന്ന ഒരാൾ വന്നിട്ട് വർഷയുടെ അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് രവീന്ദ്രനെ കാണുമ്പോൾ രവീന്ദ്രനെ എന്താ വിശേഷം എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോനെയാണല്ലേ വർഷ കല്യാണം കഴിച്ചേക്കുന്നത്, നിങ്ങളുടെ താഴെത്തട്ടിലുള്ള ഒരാളുടെ മോനെ കൊണ്ട് നിങ്ങൾ മോളെ കല്യാണം കഴിപ്പിച്ചോളൂ, നിങ്ങൾ വളരെ വലിയവനാന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ അച്ഛനെ പുകഴ്ത്തുമ്പോൾ വർഷയുടെ അച്ഛൻ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് രവീന്ദ്രനെ അവിടെ നാണം കെടുത്തുന്ന പോലെ സംസാരിക്കുകയാണ്. അതൊരു സ്ഥലത്ത്. പിന്നെ ഒരു വശത്ത് ചന്ദ്രമതിയോട് വർഷയുടെ അമ്മ വന്നിട്ട് ചടങ്ങ് തുടങ്ങാനുള്ള സമയമായി ശ്രുതിനെ കൊണ്ടുപോകാൻ വേണ്ടി ചന്ദ്രമതിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി പറയാണ്, ഇവരെന്താ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എന്താ ശ്രുതിയുടെ അച്ഛൻ വരാത്തൊരു കാര്യം ചെയ്യാം, ആദ്യം വർഷയുടെ ചടങ്ങ് നടത്താൻ പറയാം എന്നൊക്കെ പറയാം. എന്നിട്ട് തീരുമാനിക്കുകയാണ് ചന്ദ്രമതി തീരുമാനിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് റൂമിൽ ഒരുങ്ങണ റൂമിൽ ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് ശ്രുതി മീരയും കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി വർഷയുടെ അമ്മോട് പറയും, ആദ്യം വർഷയുടെ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് രണ്ടാമത് ശ്രുതിയുടെ ചടങ്ങ് നടത്തും. അപ്പോൾ അതെന്താ കാരണം ചോദിക്കുമ്പോൾ പറയാണ്, നിങ്ങളല്ലേ പരിപാടികളൊക്കെ ഏർപ്പാടാക്കിയത്, അതുകൊണ്ട് നിങ്ങളുടെ മുകളിൽ തന്നെ ആദ്യം നടക്കട്ടെ. അപ്പോൾ നാട്ടുകാർ അറിഞ്ഞ നാണക്കേടിലേക്ക് നാണക്കേടൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ യോഗ്യത എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വർഷയുടെ അമ്മോട് പറയണം. അപ്പോൾ വർഷയുടെ അമ്മ പറയണത് ശരി, എന്നാൽ വർഷയുടെ ചടങ്ങ് ആദ്യം നടക്കുക. അപ്പോൾ ചന്ദ്രമതി പറയണത് ഞാൻ വർഷയെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ സമയത്ത് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് വർഷയുടെ അമ്മ പറയുന്നത്, ശ്രുതിയുടെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ, ശ്രുതിയുടെ ചടങ്ങല്ല ആദ്യം നടക്കേണ്ടത്, എന്നിട്ട് അവർ വർഷയുടെ ചടങ്ങ് നടത്താൻ പറഞ്ഞാൽ ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ വിഷമമില്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ശ്രുതി പറയണം, സാരമില്ല, എൻ്റെ ആദ്യം വർഷയുടെ ചടങ്ങ് നടക്കട്ടെ, എൻ്റെ അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ എത്തിയിട്ടില്ലേ മലേഷ്യയിൽ നിന്ന്, അതുകൊണ്ട് അച്ഛൻ വരുന്നുണ്ട്, അപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഓഹോ അതോ അങ്ങനെയാണല്ലേ, അല്ലാണ്ട് ചന്ദ്രമതി പറഞ്ഞതല്ല സത്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് വർഷയുടെ അമ്മ പോണു. ഇതിൻ്റെ ഇടയിൽ ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയുന്നു, ശ്രുതി മലേഷ്യയിൽ നിന്ന് വന്ന ഫ്ലൈറ്റിൻ്റെ വിവരങ്ങൾ വല്ലതുണ്ടെങ്കിൽ ഒന്ന് തായോ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ അച്ഛൻ വരാത്തെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഡിലേ ആണോ എന്ന് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ വിവരങ്ങളൊന്നും അറിയില്ല. സത്യം പറ, അച്ഛൻ വരുമോ അതോ നീ നുണ പറയുകയാണോ എന്ന് ചോദിക്കണം ശ്രുതിയോട്. അങ്ങനെ കുറേ അച്ഛൻ വരണ, ശ്രുതിയുടെ അച്ഛൻ വരുമോ വരില്ല എന്നുള്ളതിൻ്റെതും സച്ചിയുടെ അടുത്ത് പുതിയൊരു കൂട്ടായിട്ട് വന്നിട്ടുള്ള മീരയും ശ്രുതിയും കൂടി ഏർപ്പാടാക്കിയിട്ടുള്ള ആളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് എപ്പിസോഡ് പോയേക്കണത്. അപ്പോൾ ബാക്കി കഥ നമുക്ക് നാളെ കേൾക്കാം. എൻ്റെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ